നമസ്കാരം. കട്ട ഹീറോയിസവുമായി രാഹുൽ ഗാന്ധി. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നമ്മുടെ നാട്ടിലെ ഏത് പോലീസ് സ്റ്റേഷനിലും ഒരു സംഭവം അന്വേഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് പോകാം. പിണറായിയുടെ പോലീസ് പിടിച്ച് അകത്തിടാറില്ല. പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്ന ബഹുമാനവും ലഭിക്കും. പക്ഷേ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തു കളഞ്ഞു. വൺ റാങ്ക് വൺ പെൻഷൻ സമരഭടൻ ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷിക്കാൻ പോയ രാഹുലിൻ്റെ കട്ട ഹീറോയിസത്തിനൊടുവിലാണ് ഡൽഹി പോലീസ് ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടൻ്റെ ബന്ധുക്കളോടൊപ്പം രാഹുലിനെയും കസ്റ്റഡിയിലെടുത്ത് കളഞ്ഞത്. രാജ്യമൊട്ടാകെ ഒരു പന്തം കൊളുത്തി പ്രതിഷേധത്തിനും വേണമെങ്കിൽ ഒരു അക്രമരഹിത ഹർത്താലിനും സ്കോപ്പുണ്ട്. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ എനിക്ക് ഇടിക്കണം, ഇടിച്ചിടിച്ച് നിലം പരിശാക്കണം, എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. അപ്പോൾ തിയേറ്ററിൽ ഭയങ്കര ക്ലബ്സ് ആയിരിക്കും. പോലീസുകാരെ ഇടിച്ച് സ്ലോ മോഷനും കഴിഞ്ഞ് ഞാൻ നേരെ പോവുകയാണ് DGPയുടെ ഓഫീസിലേക്ക്. എന്നിട്ട് രണ്ട് കൈയും നീട്ടി ഞാൻ പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ. അതിലെ ഹീറോയിസം. अभी 1 मिनट निकालिए, 1 मिनट में निकालिए, क्योंकि ये शहीद के बेटे हैं और अगर ये अरेस्ट नहीं है तो इनको अरेस्ट कीजिए, मुझे भी अरेस्ट कीजिए. हाँ ये है, आप अरेस्टेड है, मैं भी अरेस्टेड हूँ. नहीं सर, आप नहीं, आप तो मैं इनको ले जा सकता हूँ? नहीं सर, नहीं अलाउड है. नहीं सर. क्यों हिंदुस्तान में इनको अरेस्ट क्यों किया आपने? ये तो अब सीनियर ऑफिसर ही बता पाएंगे. जैसे कौन बताएंगे? മൃഗീയമായിട്ട് കൊല്ലും, എന്നിട്ട് ആ പേട്ടത്തല വെട്ടി ഈ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ സ്റ്റേഷനിൽ പോയി കീഴടക്കും. इनका बेटा मरा है, पिताजी ये उनके बाप हैं, ये उनके भाई हैं, और आप इनको अरेस्ट कर रहे हो. जबरदस्ती. कैसा काम है? आपका नाम क्या है? मेरा नाम इंस्पेक्टर ललित. आपको क्या लगता है कि हिंदुस्तान के शहीद के परिवार को अरेस्ट किया जाना चाहिए? അല്ലാതെ കുറെ പീറ പോലീസുകാർ കയറി വന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്റെ ഓഡിയൻസ് സഹിക്കില്ല. ഒരു നീതീകരണവുമില്ല. തികച്ചും അന്യായമായ നിവൃത്തമായ അറസ്റ്റായിരുന്നു. ജവാന്റെ ആത്മഹത്യയിൽ മാത്രമല്ല, ഈ അറസ്റ്റിലും ഈ ഗവൺമെൻറ് പരസ്യമായി മാപ്പ് പറയണമെന്നാണ് എൻ്റെ ആവശ്യം. ഞാൻ ചെറുക്കനെ കൊച്ചാപ്പന മണിമല വക്കച്ചൻ. നിയമസഭയുടെ മെമ്പേഴ്സ് ലോഞ്ചിൽ സാധാരണ എല്ലാ സമ്മേളന കാലത്തും ചില കലാപരിപാടികളും ഒത്തുചേരലുകളും ഉണ്ടാകും. നിയമനിർമ്മാണ പ്രക്രിയയിൽ ആണ്ട് മുഴുകിയിരിക്കുമ്പോൾ വരുന്ന പിരിമുറുക്കത്തിന് അയവ് വരുത്താൻ ഇത് ഉപകരിക്കും. ചെറുപ്പക്കാരായ MLA-മാർക്കാകട്ടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വരെ മാത്രം നീളുന്ന നല്ല നടപ്പുകാലം കഴിഞ്ഞ അനുഭവമായിരിക്കും ഇത്തരം അവസരങ്ങൾ. കുട്ടിയപ്പാ കണ്ടോടി പാന്റും കാൽസറായും ബെൽറ്റും എന്നാ ഒരു പരിഷ്കാരി, എന്നാ മണമാ അവന്റെ അടുത്ത്. ഏതൊക്കെ സെന്റ് അവൻ അടിച്ചിരിക്കുന്നത്. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. അച്ഛാ പാന്റ് പാന്റ് അമ്മാവാ പാന്റ് പാന്റ്. എന്താ വല്ല പ്രേതബാധയുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള്. മോഹം ഉണ്ടെങ്കിലേ അവനവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്കുക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുകയല്ല. എനിക്കിത് പാകാണ് അച്ഛാ, പിന്നെ ഇട്ട് പരിചയമില്ലാത്തോണ്ടാണ് ഈ ഞൊണ്ടല്. അമ്മേ ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഈ ലോകത്തിൽ തിരക്കേറിയോടുമ്പോഴും തിരിഞ്ഞൊന്നു നോക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ. ഒന്നാം തരം കലാകാരന്മാരും സംഗീത പ്രേമികളുമുണ്ട് നമ്മുടെ ജനപ്രതിനിധികൾക്കിടയിൽ. TM ജേക്കബും പിരപ്പൻകോട് മുരളിയും പോലുള്ള നാടക കലാകാരന്മാരുണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ നാടക പ്രവർത്തകനായ ജോൺ ഫെർണാണ്ടസ് ഉണ്ട്. കവികളായ മന്ത്രി G സുധാകരനും സർവകലാവല്ലഭനായ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയും ഉണ്ട് ഈ സഭയിൽ. സംഗീതവും ഗസലും ഇഷ്ടപ്പെടുന്ന സാമാജികർക്കായി സ്പീക്കർ ഒരു ഗസൽ സന്ധ്യ തന്നെ ഒരുക്കി. സംഗീത ആസ്വാദനത്തിൻ്റെ നടുത്തളത്തിലിറങ്ങി ജനപ്രതിനിധികൾ. परदेस को जाने वाले लौट
के फिर ना आने वाले सात समंदर पार गया तू ദർബാർ രാഗത്തിൽ ഒരു സാധനം അങ്ങോട്ട് അലക്കി പാടി മുഴുവിക്കാൻ വിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു. ഉസ്താദ് ഫ്ലാറ്റ്. कम खाते हैं कम सोते हैं कम खाते हैं कम सोते हैं बहुत ज्यादा हम रोते हैं सूनी हो गई शहर की गलियां എടാ യൂസപ്പേ വല്ലതും പിടികിട്ടിയ ഭയങ്കര അർത്ഥമായി നിനക്ക്. की कलियां शहर की गलियां തെങ്ങിൽ കയറി തേങ്ങയിടാൻ ആളെ കിട്ടാത്ത കാലമാണിത്. കേരം തിങ്ങും കേരള നാട്ടിൽ തേങ്ങയിടാൻ യുവാക്കളെയും വനിതകളെയും തെങ്ങുകയറ്റം പഠിപ്പിക്കാൻ കൃഷിവകുപ്പ് നൂതന പദ്ധതികൾ വരെ നടത്തിവരുന്നു. റബ്ബർ കർഷകരുടെയും എന്തിന് നെൽകർഷകരുടെയും കാസർകോട്ടെ അടയ്ക്ക കർഷകരുടെയും കാര്യം ഉന്നയിക്കാൻ ആളുണ്ടെങ്കിലും കേര കർഷകരെ എല്ലാവരും മറന്നിരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസുകാർ രംഗത്തെത്തിയത്. കേരം തിങ്ങും നാട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ തെങ്ങി കേറാൻ തെങ്ങയിടുവാൻ ഒരു കേമൻ പോലുമില്ല. കേരം തിങ്ങും നാട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ തെങ്ങി കേറാൻ തെങ്ങയിടുവാൻ ഒരു കേമൻ പോലുമില്ല. സ്വയം തെങ്ങിൽ കയറിയിട്ട ഒരു കുല തേങ്ങയുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശ്ശൂരിൽ കൃഷിമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പറമ്പിൽ തേങ്ങയിടാൻ ആളെ കാത്തിരിക്കുകയായിരുന്നു മന്ത്രി എന്ന് തോന്നുന്നു. കൊണ്ടുവന്ന തേങ്ങ പ്രതിഷേധ സൂചകമായി യൂത്ത് കോൺഗ്രസുകാർ മന്ത്രിക്ക് സമർപ്പിച്ചാണ് മടങ്ങിയത്. മുറ്റം നിറയെ വെട്ടിക്കൂട്ടും തേങ്ങയിടാനായി സുഗുണൻ പോകുന്നേ. പുഞ്ചിരി തൂകി തെങ്ങ കയറി തേങ്ങയിടാനായി സുഗുണൻ പോകുന്നേ. തെങ്ങു വിറയ്ക്കുന്നേ തേങ്ങ വിറയ്ക്കുന്നേ. ഈ 3 ജില്ലയിൽ പോലും 30 കോടി രൂപ കൊടുക്കാൻ കഴിയാത്ത കൃഷിമന്ത്രിയാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ നാണം കെട്ടുപോവുകയാണ് കേരളത്തിൽ. ഇളം കാറ്റിലെവിടെയോ എന്നോട് ചോദിക്കാതെ കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞത്? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാണ് തേങ്ങാക്കുലകൾ ആടണേ? കേരളത്തിലെ കർഷകരെ കണ്ണീര് കുടിപ്പിക്കുന്ന, കർഷകനെ കൊലയ്ക്ക് കൊടുക്കുന്ന മന്ത്രിയായി തൃശ്ശൂരിലെ PS സുനിൽകുമാർ മാറിയതുകൊണ്ടാണ് ഇന്ന് മന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ പ്രതീകാത്മക സമരവുമായി ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഒരു കൊല നാളികേരവുമായി ഞങ്ങൾ ഇവിടെ വരുന്നു. ഈ ഒരു കൊല നാളികേരം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നില്ല, പക്ഷേ മന്ത്രിക്ക് കൊടുക്കാനാണ് വന്നത്. മന്ത്രി ഇത് ചമ്മന്തി അരച്ച് കഴിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തേങ്ങാക്കുല ആടുന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കുലയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. പിണറായിയുടെ ഭരണത്തിൽ കേരളത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുമെന്ന കാര്യത്തിൽ മാർത്തോമ വലിയ മെത്രോപ്പൊലിത്ത മാർ ക്രിസോസ്റ്റം തിരുമേനിക്ക് സംശയം ഏതുമില്ല. ദൈവത്തിൻ്റെ വാസസ്ഥലമായി കേരളത്തെ മാറ്റാനാണ് പിണറായിയെ അയച്ചിരിക്കുന്നതെന്നാണ് തിരുമേനിയുടെ മതം. ഐക്യ കേരളത്തിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങളിൽ മൺചെരാതു തെളിയിച്ചുകൊണ്ടായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി പിണറായിയെ വാഴ്ത്തപ്പെട്ടവനാക്കിയത്. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, രാഷ്ട്രീയം വലുതായി മനസ്സിലാക്കിയിട്ടുള്ളവനാണ്. എന്നാൽ മനുഷ്യത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും കുറച്ചൊക്കെ മനസ്സിലാക്കി കുറെ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്.
ഭൂമി ദൈവത്തിന്റെ വാസസ്ഥലമാക്കി തീർക്കും. അപ്പോഴാണ് അവിടെ താമസിക്കുന്നവർ ദൈവത്തിന്റെ മക്കളായിത്തീരും. അതിനാണ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി. സത്യമാണോ ഈ പറയുന്നത്? ദൈവത്തെ ഇവിടെ കാണും, മനുഷ്യന് ദൈവത്തെ കാണും, സമൂഹത്തിൽ ദൈവത്തെ കാണും. മുതലാളി, മദർ തെരേസയെ കുമ്പനാട്ടെ ഒരു ചടങ്ങിലേക്ക് മുമ്പ് തിരുമേനി വിളിച്ചുവെങ്കിലും മദർ വന്നില്ല. പ്രസംഗിക്കാൻ വന്നാൽ പ്രവർത്തിക്കാനുള്ള സമയം കിട്ടില്ലെന്നാണ് മദർ കാരണമായി പറഞ്ഞത്. പ്രവൃത്തി ദിനങ്ങളിൽ ഊരു ചുറ്റാതെ ഓഫീസിലിരിക്കാൻ മന്ത്രിമാരോട് ഉപദേശിച്ച മുഖ്യമന്ത്രി മദറിന്റെ ശിഷ്യൻ തന്നെയെന്ന് തിരുമേനി. മദർ തെരേസ മരിച്ചു കഴിഞ്ഞപ്പോൾ അത് കേരളത്തോട് പറഞ്ഞ ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. നേരാ തിരുമേനി. പണ്ട് ഒരു സ്ത്രീയാണ് ലോകത്തെ രക്ഷിച്ചതെങ്കിൽ ഇപ്പോൾ ഒരു പുരുഷനാണ് രക്ഷിച്ചത്. നേരാ തിരുമേനി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുമതലകൾ വിശ്വസ്തയോടും സമൂഹത്തിന്റെ നന്മയ്ക്കുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ കേരളമായി, നേരാ തിരുമേനി. കേരളം ദൈവത്തിന്റെ രാജ്യമായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എന്റെ വാക്കുകൾ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. പാടത്ത് കൃഷിയും വരമ്പത്ത് തർക്കവും. നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? തർക്കമില്ലല്ലോ.